ഇസ്രായേലിനെതിരെ മുൻകൂർ ആക്രമണത്തിന്റെ സൂചന നൽകി ഇറാൻ. ആക്രമിക്കാൻ ശത്രുവിനെ കാത്തു നിൽക്കില്ല. ഭീഷണി കണ്ടാൽ ആദ്യം തല്ലും. ഇസ്രായേലിന് നേരെ ഇറാന്റെ അപ്രതീക്ഷിത നീക്കം. യുദ്ധഭീതിയിൽ വിറങ്ങലിച്ച് മധ്യപൂർവേഷ്യ. ഇറാനെ കബളിപ്പിച്ചു ആക്രമിക്കാൻ റഷ്യ വഴി ഇറാൻ ഇസ്രായേലിന് സന്ദേശം കൈമാറി. ഒപ്പം ഇറാൻ തീരത്ത് വട്ടമിട്ട് പറന്ന് അമേരിക്കയുടെ ചാരവിമാനങ്ങൾ. അതീവ ഗുരുതരമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് നിലനിൽക്കുന്നത്. മധ്യപൂർവേഷ്യയിൽ വീണ്ടും യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയാണ്. ഇത്തവണ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് ഇറാനിൽ നിന്നാണ്. ഇറാന്റെ പുതുതായി രൂപീകരിച്ച ഡിഫൻസ് കൗൺസിൽ പുറത്തുവിട്ട വിവരങ്ങൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ശത്രുവിന്റെ ഭാഗത്തു നിന്നും വിശ്വസനീയമായ ഒരു ഭീഷണി ഉണ്ടായാൽ അവർ ആക്രമിക്കുന്നതുവരെ കാത്തു നിൽക്കില്ലെന്നും മറിച്ച് മുൻകൂർ ആക്രമണം നടത്തി ശത്രുവിനെ നിർവീര്യമാക്കുമെന്നുമാണ് ഇറാന്റെ പ്രഖ്യാപനം. ശത്രു അവരുടെ പദ്ധതി നടപ്പാക്കുന്നതിന് മുമ്പ് തന്നെ തിരിച്ചടിക്കും എന്ന ഇറാന്റെ നിലപാട് ഇസ്രയേലിനും അമേരിക്കക്കുമുള്ള വ്യക്തമായ സന്ദേശമാണ്. രാജ്യത്തിനകത്ത് നടക്കുന്ന പ്രതിഷേധങ്ങളെ മറയാക്കി അമേരിക്കയോ ഇസ്രയേലോ സൈനിക നീക്കം നടത്തിയേക്കാമെന്ന രഹസ്യ വിവരം ഇറാന് ലഭിച്ചതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. കലാപകാരികൾക്കെതിരെ സർക്കാർ നടപടി കടുപ്പിക്കുമ്പോൾ അത് മുതലെടുത്ത് പുറത്തുനിന്ന് ആക്രമണം ഉണ്ടായേക്കാം എന്നാണ് ഇറാന്റെ കണക്കുകൂട്ടൽ. ഇറാന്റെ ഈ നീക്കത്തെ തടയിടാൻ തന്ത്രപരമായ രണ്ട് വഴികളാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്വീകരിക്കുന്നത്. ഒന്ന്, പരസ്യമായ ഭീഷണി. ഞങ്ങൾ ഇറാനിലെ ജനങ്ങളുടെ പോരാട്ടത്തിനൊപ്പമാണ്. ഞങ്ങളെ ആക്രമിച്ചാൽ ഇറാൻ വലിയ വില നൽകേണ്ടി വരും എന്ന് നെതന്യാഹു പരസ്യമായി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. എന്നാൽ മറുവശത്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ഉപയോഗിച്ച് ഒരു രഹസ്യ നയതന്ത്ര നീക്കവും ഇസ്രായേൽ നടത്തുന്നുണ്ട്. ഇസ്രായേലിന് പുതിയൊരു യുദ്ധം തുടങ്ങാൻ ആഗ്രഹമില്ലെന്ന സന്ദേശം പുടിൻ വഴി ഇറാന് കൈമാറിയിരിക്കുകയാണ് നെതന്യാഹു. ഇറാൻ ഒരു മുൻകൂർ ആക്രമണത്തിന് മുതിരാതിരിക്കാനും ഇറാനെ കബളിപ്പിച്ചു ആക്രമണം നടത്താനുമായിരിക്കണം ഈ സന്ദേശമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഒരു വശത്ത് ഭീഷണിപ്പെടുത്തുമ്പോഴും മറുവശത്ത് റഷ്യയെ ഇടനിലക്കാരാക്കി കബളിപ്പിക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നത്. വാക്കുകൾ കൊണ്ടുള്ള യുദ്ധം മാത്രമല്ല ഇപ്പോൾ നടക്കുന്നത്. ഇറാൻ തീരങ്ങളിൽ അമേരിക്കൻ സൈന്യം നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. ബഹ്റൈനിലെ ഷെയ്ഖ് ഈസ എയർബേസിൽ നിന്ന് പറന്നുയർന്ന അമേരിക്കയുടെ അത്യാധുനിക ബോയിങ് P-8 പോസിഡോൺ വിമാനങ്ങൾ ഹോർമുസ് കടലിടുക്കിന് മുകളിൽ വട്ടമിട്ട് പറക്കുകയാണ്. കടലിലെയും കരയിലെയും ചലനങ്ങൾ ഒപ്പിയെടുക്കാൻ ശേഷിയുള്ള ഈ ചാരവിമാനങ്ങൾ ഇറാന്റെ അന്തർവാഹിനികളെയും കപ്പലുകളെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഖരിക്കുന്ന വിവരങ്ങൾ തത്സമയം അമേരിക്കൻ കമാൻഡ് സെന്ററുകളിലേക്ക് കൈമാറുകയും ചെയ്യുന്നു. ഇറാൻ നടത്തുന്ന എന്തോ ഒരു നീക്കം അമേരിക്കയെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ടെന്നാണ് ഈ പെട്രോളിംഗ് വ്യക്തമാക്കുന്നത്. കാര്യങ്ങൾ കൈവിട്ടു പോയേക്കാവുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഒരു വശത്ത് ഇറാന്റെ മുൻകൂർ ആക്രമണം ഭീഷണി, മറുവശത്ത് ഇസ്രയേലിന്റെ ഇരട്ടത്താപ്പും അമേരിക്കയുടെ നിരീക്ഷണവും. ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്ന നിലയിലാണ് ഗൾഫ് മേഖല.